ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പം ഞങ്ങളെ ഇപ്പൊ കുറേ കാലമായിട്ട് ഇപ്പം ഈ റൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കല്ലേ, പുറത്തേക്കൊന്നും അങ്ങനെ ഉപ്പാനെ ഞങ്ങൾ കൊണ്ടുപോക്കില്ല കേട്ടോ. ഒന്നാമത് ശ്വാസം കിട്ടാതാവും പെട്ടെന്ന്. കിതപ്പ് കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഉപ്പാനെ പുറത്തേക്ക് കൊണ്ടുപോക്കില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ച് ഞങ്ങളവിടെ അടുത്തൊരു പാർക്കുണ്ട്. ആ പാർക്കൊക്കെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞങ്ങൾ അങ്ങനെ നടന്നു പോവുകയാണ്. നടന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം എൻ്റെ മോൻ ആദ്യം ഓട്ടോറിക്ഷയ്ക്ക് പോയി. അപ്പോൾ ഓട്ടോറിക്ഷ കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ചങ്ങോട്ട് നടന്നപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഓട്ടോറിക്ഷ കിട്ടിയിട്ട് പതുക്കെ ഉപ്പാനെ നടത്തിച്ചത്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ. കുറേ കാലമായിട്ട് ഇപ്പം ഈ റൂമിൽ തന്നെയല്ലേ, പുറത്തേക്കൊന്നും ഇറങ്ങലില്ല ആള്. അങ്ങനെ ഞങ്ങൾ പാർക്കിലെത്തി. പാർക്കിലെത്തിയപ്പോൾ ഞാൻ എൻ്റെ ചെറിയ മോനും മാത്രമാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. അവർ മൂന്നാളും കൂടി ഇപ്പാൻ്റെ റെഡീസർ ഉണ്ടല്ലോ, ഡയാലിസിസ് ചെയ്യുന്ന സംഭവം ബുക്ക് ചെയ്യണം, ബുക്ക് ചെയ്താലാണ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അത് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ. അവർ തിരൂർക്ക് പോയി. അപ്പം ഞാൻ എൻ്റെ മോനും കൂടി അവിടെ വന്നിട്ട് ഒറ്റക്ക് പോസ്റ്റ് അടിച്ചിരിക്കേണ്ടി വന്നു. പിന്നെ ഞാൻ എൻ്റെ ബിലും കുട്ടിയും കൂടി അങ്ങനെ കുറേ നേരം അവിടെ ഇങ്ങനെ കണ്ടിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഒരു ചമ്മൽ ഒറ്റക്ക് പോയപ്പോൾ ഞാൻ അങ്ങനെ ഒറ്റക്ക് അങ്ങോട്ടല്ല പോക്കില്ല. പിന്നെ അവർ കുറച്ച് കഴിഞ്ഞേക്കന്നെ ഇമ്മിപ്പിയും എൻ്റെ മൂത്ത മോനും കൂടി വന്ന്. പിന്നെ ഈ സംഭവം ആ സംഭവത്തിൻ്റെ കൂടെ ആ വെള്ളം ഇങ്ങനെ വന്നിട്ട് പാട്ടിനനുസരിച്ച് ഡാൻസ് കളിക്കും കേട്ടോ. പിന്നെ കുറേ മരങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇമ്മിപ്പിയും വന്നപ്പോൾ ഇപ്പാനെ ഞങ്ങൾ അവിടെ ഇരുത്തി. കാരണം ഇപ്പാക്ക് നടക്കാൻ ഇതിനൊന്നും പറ്റൂലല്ലോ. അപ്പോൾ ഉപ്പ പറഞ്ഞ് ഞാനിവിടെ ഇരുന്നോളാം, നിങ്ങൾ പിള്ളേർക്ക് കാണിക്കാനുള്ളതൊക്കെ കാണിച്ചിട്ട് പോരും പറഞ്ഞപ്പോൾ ഞങ്ങൾ ആ ഒരു എന്താ ഇതിന് പറയല്, കിട്ടണില്ല കേട്ടോ സംഭവം. അതിൻ്റെ ഉള്ളിൽ കുറേ കിളികളും കുറേ ഇതുണ്ട്. ഇപ്പൊ വന്നതാണ്, ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇങ്ങനെ ഈ പാർക്ക് ഇങ്ങനെ പുരോഗമിച്ച് വരികയാണ് കേട്ടോ. നമ്മുടെ കൊമ്പങ്കാട് കോയൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ എന്താണ് അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് പിള്ളേരൊന്ന് കയറി കാണിച്ച്, പിള്ളേർക്ക് കാണാനുള്ളത് തന്നെയുള്ളു, വലിയതൊന്നും ഇല്ല. പിന്നെ ഇപ്പം നമുക്ക് എന്തെങ്കിലും മനസ്സിൽ ടെൻഷനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റക്ക് വന്നിട്ട് അവിടെ കുറച്ചു നേരം ഇരിക്കുക, അങ്ങനത്തെ ഒക്കെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇരുന്നുകൊണ്ട് നമ്മളെ മനസ്സൊന്ന് റിലാക്സ് ആവണ വരെ ഇരിക്കുക. പിന്നെ ഞങ്ങൾ അതൊക്കെ കുറച്ചു നേരം കണ്ടു. പാമ്പിനൊക്കെ മേത്തേക്ക് പിടിക്കണുണ്ട് കേട്ടോ. പാമ്പിനൊക്കെ കയ്യിൽ പിടിക്കണത് എൻ്റെ മോന് മൂത്താള് പിടിച്ചില്ല, രണ്ടാമത്തെ ആള് പിടിച്ച്. രണ്ടാമത്തെ ആൾക്കാർ സത്യം പറഞ്ഞാൽ അവനക്ക് ഇപ്പോൾ പേടി എന്താന്ന് അറിഞ്ഞിട്ടില്ല. മൂത്തവനത് കണ്ടപ്പോൾ അതിന് എന്നറിഞ്ഞ്. രണ്ടാമത്തവനക്ക് പിന്നെ പ്രശ്നമില്ല, അവൻ പിടിച്ച്. ഞാൻ ആ വീഡിയോ ഇതിൽ ഇട്ടിട്ടില്ല കേട്ടാ. ഏതോ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് പാമ്പിനെ ഇതിനൊക്കെ കാണിച്ചാൽ നമ്മളെ ചാനലിൽ കേടാണെന്ന് അങ്ങനെ എന്തോ കണ്ടിട്ട്. അപ്പൊ അതേതോ ഞാൻ ആ വീഡിയോ ഇതിൽ ഇട്ടിട്ടില്ല. അപ്പൊ പിന്നെ കുറേ ആട് കണ്ടില്ല നിങ്ങള്, ആ ആട്ടിന്റെ പുറത്ത് ആട്ടുംകുട്ടി കിടക്കണോക്കി. പിന്നെ കുറേ ആൾക്കാരെ ഇങ്ങനെ കുട്ടികളെ കളിപ്പിക്കണത് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മീന് നമ്മളെ കാല് മീൻ കഴുകി തരിക. ഞാൻ കുറച്ചേരൊക്കെ അതിൽ കാലിട്ട് നോക്കിട്ട്, പക്ഷെ ഇക്കിളിയാവും ഞാൻ മേലിന് കാലെടുത്ത്. അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു അതില്. പിന്നെ ഞങ്ങള് അവിടെ കുറച്ചേരൊക്കെ നിന്ന് എൻ്റെ മൂത്തവനോട് അറിഞ്ഞ് അതിലൊന്ന് കാലിട്ട് നോക്കുന്ന് അറിഞ്ഞിമ്മ. അപ്പൊ അവനക്കതൊരു കാൽമ വെള്ളായാലോ അങ്ങനൊക്കെ ഒരു ഇതിട്ടാ. അങ്ങനെ പിന്നെ കുറെ കിളികള്, ലവ് ബേർഡ്സ്, പിന്നെ വിരിയിക്കണ കണ്ടിട്ടോ. കോഴിക്കുഞ്ഞിനെ തോന്നുന്നു ഇങ്ങനെ വിരിയിച്ച് ബൾബിട്ട് കണ്ട് വിരിയിച്ചിക്കുക. പിന്നെ മീന് അങ്ങനെയൊക്കെ കുറെ എണ്ണത്തിനെ കണ്ട്. കുറേ കാലായിട്ട് ഞങ്ങള് വീട്ടിൽ നിന്ന് എവിടേക്കും പോക്കില്ല. അപ്പൊ പിള്ളേർക്കും തന്നെ ഒരു രസം. ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, മുറ്റത്തെ മുല്ലക്ക് മണം ഉണ്ടാവൂലാന്ന്. അതുപോലെയാണ് ഞങ്ങളെ വീടിന്റെ തൊട്ടടുത്താണ് ട്ടോ ഈ പാർക്ക്. പക്ഷെ ഞങ്ങൾ അങ്ങോട്ടൊന്നും അങ്ങനെ വല്ലാതെ വരവില്ല. ഞാൻ വന്നിക്കണത് തന്നെ ആകെ ഇക്ക നാട്ടിലുണ്ടായിരുന്ന ടൈമില് ആകെ ഒരു പ്രാവശ്യമാണ് വന്നത്. ഇപ്പൊ അവിടെ ഇങ്ങനെ നിൽക്കണ്ടോ. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ ഇരുന്നിട്ടൊന്ന് വീഡിയോ എടുത്ത. പിള്ളേര് ജ്യൂസൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് ജ്യൂസ് മേടിച്ച്. ഇപ്പാക്ക് അങ്ങനെ ഇരിക്കാൻ കഴിയണില്ല അവിടെ. അപ്പൊ അവിടെ ഒരു സീറ്റ് ഒഴിവുണ്ടായിരുന്നു. അപ്പൊ ഉപ്പാനോട് പറഞ്ഞു ഇപ്പൊ നിങ്ങൾ അവിടെ പോയിരുന്നോളിന്നാണ്. പിന്നെ ആ വെള്ളത്തിനനുസരിച്ചിട്ട് പാട്ടിനനുസരിച്ച് വെള്ളം ഡാൻസ് ചെയ്യല്ലോ, അതും കുറച്ചു നേരം കണ്ടപ്പോ പിന്നെ ഇപ്പാക്ക് എന്തോ ഒരു ശ്വാസം കിട്ടാത്ത പോലെ തോന്നിപ്പോയി, അങ്ങനെ കിതക്കണ പോലെ തോന്നിട്ട്. അപ്പൊ ഞങ്ങള് പെട്ടെന്ന് അവിടെ തന്നെ റിട്ടേൺ അങ്ങോട്ട് തിരിച്ചു. പെട്ടെന്ന് പിന്നെ മേഘം പോന്നിട്ട് അവിടുന്ന് വല്ലാതെ കൂടുതൽ അവിടെ നിന്ന് ഇരുന്നില്ല, പെട്ടെന്ന് പോന്നു. അപ്പോൾ വൈൻഡപ്പ് ചെയ്യണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇപ്പാനായിട്ട് ഞങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് കറങ്ങാൻ പോയതാണ്. ഇവിടെ അടുത്തുള്ള പാർക്ക് തന്നെ കേട്ടോ, ദൂരമായിക്കൊന്നും പോകണ്ട, അടുത്തുള്ള പാർക്ക് തന്നെ. അപ്പോൾ പോയപ്പോൾ തന്നെ ഇപ്പാക്ക് എന്തോ ഒരു അസ്വസ്ഥത പോലെ തോന്നിയപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പെട്ടെന്ന് പോന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവരും ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, ചോദിച്ചിരുന്ന എല്ലാവരും ഉപ്പാൻ്റെ വീഡിയോസ് എന്താ പിന്നെ എന്താ കാണാനില്ലല്ലോ ഇടാത്തെന്താ. ഒന്നല്ല കേട്ടോ, എന്താ ഇപ്പോൾ നമ്മളിങ്ങനെ ഈ
എന്നോടാണ് ആൾ ഫുൾ ടൈം കെടുത്താവും. പിന്നെ ഇപ്പം ഞാൻ വീട്ടിൽ ആരുമില്ല, പിന്നെ ഇപ്പം ഞാൻ എന്ത് വീടിയാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സ്കിറ്റും കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിറ്റ് ആകുമ്പോൾ അത്യാവശ്യത്തിന് കയറുന്നുണ്ട്. നമ്മൾ ഇങ്ങനത്തെ വീഡിയോ ഇടുമ്പോൾ ചിലത് കയറുള്ളൂ, ചിലത് ക്ലിക്കാവും, ചിലത് ക്ലിക്കാവില്ല. പറഞ്ഞിട്ടില്ലേ ചിലത് ശരിയാവും ചിലത് ശരിയാവില്ല എന്ന്. അന്ന് എന്തോ ഞാൻ അങ്ങനത്തെ ഒരു ഇത് വീഡിയോൻ്റെ ഉപ്പാനെ പറ്റി പറഞ്ഞിട്ട് വീഡിയോ അത് അൽഹംദുലില്ലാ ഒരുപാട് കയറിയിട്ട് ഒരുപാട് ആൾക്കാർ ഞങ്ങളെ സഹായിച്ചു. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ അറിയും കൂടില്ല, എന്നെ വീഡിയോയിൽ കണ്ട് പരിചയപ്പെട്ടിട്ടാണ് ഒരുപാട് ആൾക്കാർ സഹായിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഞാൻ സ്കിറ്റ് തന്നെ ചെയ്തിരുന്ന വല്ലാതെ വീഡിയോസ് ഇപ്പാൻ്റെ ഇട്ടിട്ടില്ല. അതിപ്പോൾ ഫുൾ ടൈം കെടുത്താണ്. പിന്നെ ഇപ്പം നമ്മളിങ്ങനെ എന്നും ഈ അസുഖമാണെന്നൊക്കെ പറഞ്ഞിടുമ്പോൾ അത് അവർക്കും അതൊരു ടെൻഷൻ ആവൂലേ. അതാ പിന്നെ ഞാൻ ഇടാത്ത. ആൾക്ക് വെയ്യട്ടെ, ആൾക്ക് ക്രിയാറ്റിനൊക്കെ 10 വലിയ ബുദ്ധിമുട്ട് ഇപ്പം ഇല്ല. ചെറുതായിട്ട് നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ തോന്നും സോസ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോയെന്ന് ഉണ്ടോയെന്ന് തോന്നും. പക്ഷെ ഇപ്പാനോട് ചോദിക്കുമ്പോൾ ഇപ്പം പറയും ഇല്ല എനിക്കൊരു കുഴപ്പമില്ല എന്നറിയും. ഇപ്പൊക്കെ അങ്ങനെ പറയാനാണ് ഇഷ്ടം. ഇപ്പാക്കൊരു പ്രശ്നമില്ല, ഇപ്പാക്കൊരു രോഗമില്ല, അങ്ങനത്തെയാണ് ഇഷ്ടം. പിന്നെ അതേപോലെ ഞങ്ങളങ്ങോട്ട് വിട്ടെടുക്കും ഉപ്പാനെ അങ്ങനെ കേട്ടാ. പിന്നെ വ്യാഴാഴ്ച ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. താന്നൂർ തന്നെയാണ് ഉപ്പാനെ കാണിക്കണത്. വ്യാഴാഴ്ച കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പൊട്ടാസ്യം കൂടുതലായിരിക്കും ടെസ്റ്റ് ചെയ്തപ്പോൾ. ക്രിയാറ്റീന് 10 അങ്ങനെയൊക്കെ. അപ്പോൾ ഉപ്പാനായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഞങ്ങളൊന്ന് പുറത്ത് കറങ്ങാൻ പോയത്. കുറേ അതിൽ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കണ്. ഒരു വർഷത്തോളമായി ഒരേ ഇതിലിങ്ങനെ റൂമിൽ തന്നെ ഇരിക്കണ്. അപ്പോൾ ഒന്ന് പുറത്തിറങ്ങിയിട്ടൊന്ന് ആളൊന്ന് ഉഷാറായിക്കോട്ടെ വെച്ചിട്ട് പോയതാണ്. പക്ഷെ എന്തോ പെട്ടെന്ന് ആൾക്ക് പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിൽ തന്നെ പോന്നു അങ്ങനെ ഇട്ടാ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളെ വീട്ടിലെ ഒരംഗം പോലെ തന്നെ കരുതണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സ്കിറ്റായിട്ട് ഞാൻ വീണ്ടും വരേണ്ടത്. അതുവരേക്കും അസ്സലാമു അലൈക്കും.